ഹലോ വ്യൂവേഴ്സ്, നമ്മൾ പതിവായിട്ടുണ്ടാക്കുന്നതായിട്ടുള്ള ഇഡ്ഡലി, ദോശ, മസാല ദോശ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ദോശമാവ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ നമ്മുടെ കയ്യിൽ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന പിസ്സ സ്റ്റൈൽ ദോശ അതാണെന്ന് പരിചയപ്പെടുത്തുന്നത്. അതിനാദ്യമായിട്ട് വേണ്ടത് ഉപ്പ് ചേർത്തിട്ടുള്ളതായിട്ടുള്ള ദോശമാവ്. പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം. ഇത് ക്യാരറ്റ്, ബീട്രൂട്ട്, ഒരു ചെറിയ സബോള, ഒരു ചെറിയ കഷ്ണം ഉരുളക്കിഴങ്ങ്, ഇതൊക്കെ മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, അതുപോലെ ഒരു ചെറിയ പച്ചമുളകും ചേർത്ത് വേവിച്ച് ഉടച്ചെടുത്തത്. വളരെ കുറച്ച് തന്നെ മതി ഇത്. പിന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസ്, അത് ഏത് തരം ചീസ് ഉപയോഗിക്കാം. ഇത് അമുൽ ചീസാണ്. ചെഡാർ ചീസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ചെറിയ പീസാക്കി വയ്ക്കാം. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ്, സോസേജ് ചെറുതാക്കി മുറിച്ച് വെച്ചത്, ഒരു മുട്ടയുടെ വെള്ള ഉപ്പ് ചേർത്തത്, ക്യാപ്സിക്കം, പച്ച ക്യാപ്സിക്കമാണ് ഇപ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്, ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചെറുതാക്കി മുറിച്ചത്. ഇനി കളർഫുൾ ആക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചുവപ്പും മഞ്ഞയൊക്കെ ക്യാപ്സിക്കം ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുക്കാം. ചിക്കൻ പീസ് ചെറുതാക്കി മുറിച്ചത്, അതായത് വറുത്തെടുത്ത ചിക്കൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ അത് ചെറുതാക്കി മുറിച്ചെടുക്കുക. ഇതിപ്പോൾ ഗ്രിൽഡ് ചിക്കൻ്റെ ഒരു പീസ് ചെറുതാക്കി മുറിച്ചെടുത്തതാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പിസ്സ സ്റ്റൈൽ ദോശ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഒരു പാൻ, അതായത് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് യൂസ് ചെയ്യുന്നത്. ദോശ തവ, അത് ചൂടാവാനായിട്ട് നമ്മൾ അടുപ്പിൽ വയ്ക്കാം. വല്ലാണ്ട് ചൂടാവാൻ നിൽക്കണ്ട, ഒരു ചെറിയ ചൂടാവുമ്പോൾ തന്നെ ദോശമാവ് ഒഴിക്കാം. ഇത്തിരി കട്ടിക്ക് തന്നെ ഒഴിക്കണം, വല്ലാണ്ട് പരത്തരുത്, ഒന്ന് ചെറുതാക്കി മാത്രം പരത്തുക. പിസ്സ എന്ന് പറയുന്നത് ഇത്തിരി കട്ടിയായിട്ടാണല്ലോ കിട്ടുക, അതുകൊണ്ട് തന്നെ നമ്മൾ ദോശമാവിന് നമ്മൾ വല്ലാണ്ട് കട്ടിയിൽ ചെയ്യാതെ ഒന്ന് ചെറുതായി മാത്രം പരത്തുക. അതിന് ശേഷം ഫ്ലെയിം ഒന്ന് ചെറുതാക്കി ഇട്ടിട്ടാണ് നമ്മളിത് ഒഴിച്ചിട്ട് പരത്തി തുടങ്ങിയത്. ഒന്നത് മൂടി വയ്ക്കാം, ബബിൾസൊക്കെ ഒന്ന് ഫോം ചെയ്ത് മാവൊന്ന് വേവട്ടെ. ചെറിയ ഫ്ലെയിമിൽ വേണം നമ്മൾ വെക്കാനായിട്ട്. ഇപ്പോൾ മാവെല്ലാം വെന്തിട്ട് മുകളിൽ ബബിൾസൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഒരു ലെയർ നമ്മളതിൽ പുരട്ടി കൊടുക്കുക. കുറേ വേണ്ട, ഏതാണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും. അതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മസാലയുടെ കൂട്ട് കുട്ടികൾക്ക് വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണത് ഹെൽത്തിന്. ഒരു ദോശ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നറാണ്, അതുപോലെ തന്നെ ലഞ്ചൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റും. ഞാൻ എടുത്തതായിട്ടുള്ള ഈ പോർഷൻ മുഴുവൻ ഇതിൽ ചേർക്കണില്ല, എത്ര ആവശ്യമായിട്ടുള്ളൂ. അതിന് മുകളിലേക്കായിട്ട് നമുക്ക് സോസേജ് ഇട്ട് കൊടുക്കുക. സോസേജും ചിക്കൻ്റെ പീസൊക്കെ ഇത്തിരി കൂടുതലുണ്ടായാൽ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമാവുള്ളൂ. അത് കണക്കൂട്ടിയിട്ട് നമ്മൾ ചെയ്യണം. കുറച്ച് മാത്രം വെജിറ്റബിൾസ് പെടുത്തിയിട്ട് ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയുകയും ചെയ്യും,
എന്നാൽ പ്രോട്ടീൻ ഫാറ്റ് ഇതൊക്കെ വന്ന് കയറും ചെയ്യും. അപ്പോൾ ഇതൊക്കെ കഴിച്ച് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിൽ പോയാലും നമുക്കത് പേടിക്കണ്ട, അവർക്ക് ആവശ്യമുള്ളതൊക്കെ ശരീരത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അർത്ഥം. സോസേജ് ഇട്ടു. ഇനി അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ, ഗ്രിൽഡ് ചിക്കൻ്റെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു പീസ് ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ടെന്ന്, അതിട്ട് കൊടുക്കുക. ഇതൊക്കെ ഇട്ടതിന് ശേഷം മുകളിലേക്കായിട്ട് നമുക്ക് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം ചെറുതാക്കി മുറിച്ചത്, ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ കുറച്ച്, അതായത് ഒരു മുട്ടയുടെ വെള്ള ഉപ്പ് ചേർത്ത് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വേണം അതൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. ഇതൊരു ബോണ്ടിങ് വരാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം നമ്മൾ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഗ്രേറ്റഡ് ചീസ് അതിട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു മിനിറ്റ് ഇത് അടച്ചു വെക്കണം. എന്തിനാണെങ്കിൽ ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ട് അതായിട്ട് സെറ്റ് ചെയ്യായി വരാനാണ് ചെറിയ ഫ്ലെയിമിലായിട്ട് ഒരു മിനിറ്റ് നമ്മളത് അടച്ചു വയ്ക്കുക. ഒരു മിനിറ്റിന് ശേഷം നമുക്ക് ഈ മൂടി തുറന്ന് നോക്കാം. നമ്മളിട്ടതായിട്ടുള്ള ചീസ് ബാക്കി ഐറ്റംസൊക്കെ ആയിട്ട് നന്നായിട്ട് അത് മെൽറ്റായി സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പിസ്സ ദോശ തയ്യാറായി. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കത് ഒരു ട്രേയിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ പിസ്സ ദോശ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.